നമസ്കാരം. ഒഡീഷയിൽ അറസ്റ്റിലായ ഡെപ്യൂട്ടി ഡയറക്ടർ ബെദ്രഭദ്രദെ മൊഹന്തി വർഷങ്ങളായി കൈക്കൂലി വാങ്ങി സമ്പാദിച്ച കോടികൾ എവിടെയും നിക്ഷേപിക്കാതെ അയാൾ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. അതാണ് ഒടുവിൽ വിനയായി മാറിയത്. തന്റെ വീടും ചുറ്റുപാടുമൊക്കെ ഓഫീസിലുള്ളവർക്കും മറ്റുള്ളവർക്കും അറിയാമായിരുന്നതിനാൽ തന്നെ ഏറെ ശ്രദ്ധാലുവായി തന്നെ ഇത് കൈകാര്യം ചെയ്തു. ഇതിനായി സ്വന്തമായി ഔദ്യോഗിക വാഹനം ഉണ്ടായിട്ടും ഇയാൾ കിലോമീറ്റർ അകലെ ഇറങ്ങിയ ശേഷം വീട്ടിലേക്ക് നടന്നാണ് എത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, തന്റെ കയ്യിൽ പണമില്ല എന്ന രീതിയിൽ മറ്റുള്ളവർ ചിന്തിക്കാനായിട്ട് ഇദ്ദേഹം കാണിച്ചിരുന്ന മറ്റൊരു വേലയായിരുന്നു ഓഫീസിലേക്ക് നടന്നു പോവുക എന്നത്. അതുകൊണ്ട് തന്നെ ആരും ഒന്നും സംശയിച്ചില്ല. ഒഡീഷയിലെ മൈനിംഗ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെഭദ്ര മൊഹന്തിയുടെ ഭുവനേശ്വറിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ട്രോളി ബാഗുകളിൽ അടുക്കി വെച്ച നിലയിൽ 4 കോടി രൂപയോളം കണ്ടെടുത്തു. ചൊവ്വാഴ്ച രാത്രിയിലാണ് ഇയാളെ വിജിലൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത്. ഒരു ലൈസൻസ് ഉള്ള കൽക്കരി കച്ചവടക്കാരനിൽ നിന്ന് 30,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് മൊഹന്തിയെ അധികൃതർ പിടികൂടിയത്. കച്ചവടം തടസ്സമില്ലാതെ നടത്തുന്നതിന് വേണ്ടിയാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. അറസ്റ്റിനെ തുടർന്ന് ഭുവനേശ്വറിലെ ഫ്ളാറ്റ്, ഭദ്രക് ജില്ലയിലെ കുടുംബ വീട്, കട്ടക്കിലെ ഓഫീസ് എന്നിവിടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തി. ഓഫീസിലെ മേശവലിപ്പിൽ നിന്ന് 1.5 കോടിയിലധികം രൂപ കണ്ടെത്തിയതായി പറയുന്നുണ്ട്. ഭുവനേശ്വറിൽ അതിമനോഹരമായ ഇരുനില വീടും ഇയാളുടെ പേരിലുണ്ടെന്ന് വിജിലൻസ് സംഘം കണ്ടെത്തി. ഏകദേശം 130 ഗ്രാം സ്വർണവും ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. സർവീസിലിരിക്കുമ്പോൾ പണം എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ രേഖകൾ കാണിക്കേണ്ട ആവശ്യമുള്ളതിനാൽ ഇദ്ദേഹം പണം വീട്ടിലെ അലമാരിയിലും ട്രോളി ബാഗിലുമായി നിറച്ചു വച്ചിരിക്കുകയായിരുന്നു. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം പണം എവിടെയെങ്കിലും നിക്ഷേപിക്കാം എന്നാണ് ഇയാൾ കണക്ക് കൂട്ടിയത്. വിവരമറിഞ്ഞ് ഇഡിയും സംഭവത്തിൽ അന്വേഷണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. സംസ്ഥാന വിജിലൻസിന് വിവരങ്ങൾ കൈമാറാൻ വെള്ളിയാഴ്ച കത്തു നൽകി. കൽക്കരി ഡിപ്പോയിലേക്കുള്ള ചരക്കുകടത്തിനാണ് മൊഹന്തി കൈക്കൂലി വാങ്ങിയിരുന്നത്. അനുമതി നൽകാൻ 30,000 രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. വിവരം അറിഞ്ഞെത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥനെ പിടികൂടുകയായിരുന്നു. തുടർന്നാണ് വീട്ടിൽ റെയ്ഡ് നടത്തിയത്. അഴിമതി നിരോധന നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒഡീഷ വിജിലൻസ് നടത്തിയ ഏറ്റവും വലിയ പണവേട്ട 2022 ഏപ്രിൽ 7-ന് ഗഞ്ചം ജില്ലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 3.4 കോടി രൂപയോളമായിരുന്നു. അതിനുശേഷമാണ് ഇത്രത്തോളം രൂപ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഇയാൾ മറ്റെവിടെയെങ്കിലും പണം നിക്ഷേപിച്ചിട്ടുണ്ടോ, സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തമായ അന്വേഷണം നടത്തുകയാണെന്ന് വിജിലൻസ് സംഘം അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇയാളുടെ വീട്ടിലും കുടുംബ വീട്ടിലും ഓഫീസിലുമെല്ലാം കഴിഞ്ഞ ദിവസം ഒരേ സമയത്തായിരുന്നു റെയ്ഡ് നടത്തിയത്. ആളുകൾക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ ഇയാൾ സ്വന്തം ജീവിതത്തിലും ലളിത ജീവിതം തന്നെ ഉറപ്പാക്കി മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്റെ കയ്യിൽ പണമില്ല എന്ന രീതിയിൽ കുടുംബാംഗങ്ങളെ പോലും അറിയിക്കാനായി ഇയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ അലമാരയിൽ നിന്ന് കെട്ടുകണക്കിന് രൂപയാണ് കണ്ടെത്തിയത്. ഇത് നാട്ടുകാരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. ഇയാളുടെ അടുത്തു വരുന്നവരോടെല്ലാം തന്നെ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിരുന്നു എന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. വിജിലൻസ് സംഘത്തിന് രഹസ്യമായ വിവരം കിട്ടിയതിനെ തുടർന്നാണ് അന്ന് വിജിലൻസ് സംഘം പരിശോധന നടത്തിയതും. മാത്രമല്ല, അവസാനം വന്ന കൈക്കൂലി കേസിലാണ് ഇയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 30,000 രൂപയോളമാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത്.